ഹായ് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മൾ അവിയലാണ് കേട്ടോ. കുറേ നാളായിട്ട് അവിയൽ ഉണ്ടാക്കിയിട്ട് ഇതിന് മുപ്പാട് ഞാൻ ഗോവയ്ക്കാണ് അവിയൽ വെച്ചത്. ഇത് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള അവിയലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്കിത് അവിയൽ വെക്കാനുള്ള കഷ്ണങ്ങളാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഇതെല്ലാം അത് നമുക്ക് അരിയണം. ഒക്കെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തേക്ക് പിടിച്ചു പോട്ടാം. ആദ്യം നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. അതേ ക്യാരറ്റ് കട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ നീളൻ എല്ലാ കഷ്ണങ്ങളും നമ്മൾ നീളനെ വേണം അരിയാനായിട്ട്. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം അരിയാനായിട്ട്. ഇനി നമുക്കിത് ചേന ഇതേപോലെ തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കി കൊടുക്കട്ടെ. ആദ്യം ഇതേപോലെ വലിയ കഷ്ണമാക്കിയിട്ട് മുറിക്കുക. നല്ല അമ്പലുണ്ട്. പിന്നെ നമ്മൾ ചേന നന്നാക്കി കഴിയുമ്പോൾ ചിലർക്ക് കൈ ചൊറിയും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പരത്തിയിട്ട് ചെയ്യാം. അപ്പോൾ കൈ ചൊറിച്ചിലൊക്കെ ഇത്തിരി കുറവ് കിട്ടും. ക്യാരറ്റൊക്കെ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളിത് അടുത്ത് അരിയാൻ പോണത് ചേനയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടാവുന്നു നീളത്തിന് എല്ലാ അവിയലിൻ്റെ കഷ്ണങ്ങളും നമ്മൾ നീളത്തിന് കാരണം കുറച്ച് വേണം അരിയാനായിട്ട്. ചേന നമ്മൾ നന്നാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് നന്നാക്കണത് നമ്മൾ കുമ്പളങ്ങയാണ് കേട്ടോ. കുമ്പളങ്ങി തൊലിക്കും കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെയാണ് നീളനെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് വേണം നന്നാക്കാനായിട്ട്. കായ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടില്ല കേട്ടോ. ഒരു പകുതി കായാണ് എടുത്തേക്കണത്. പിന്നെ ഈ അവിയലിലേക്ക് നമ്മൾ രണ്ട് സാധനങ്ങളും ഉണ്ടായിരുന്നു, കൊത്തമ്പരിയും പയറും. അത് മേടിക്കാൻ പെട്ടെന്ന് മറന്നുപോയി. അപ്പം ഉള്ള കഷ്ണം വെച്ചിട്ടാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളെ കുമ്പളങ്ങയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കായ അരിഞ്ഞ് കഴിഞ്ഞു കിട്ടാം. അപ്പൊ അതൊരു പാത്രത്തിലേക്ക് വെച്ചോക്കാം. അതേ മത്തങ്ങയാണ് നന്നാക്കുന്നത്. അത് എല്ലാം ഞാൻ പറഞ്ഞ പോലെ എല്ലാതും കനം കുറച്ച് നമ്മൾ ഇതുപോലെ ആദ്യം കനം കുറച്ച് അരിഞ്ഞിട്ട് നീളനെ അരിഞ്ഞു വെക്കുക. കയ്പയ്ക്ക അരിഞ്ഞു വെച്ചു, ഉരുളൻകിഴങ്ങ് അരിഞ്ഞിട്ടുണ്ട്, മുരിങ്ങക്കായ് നന്നാക്കി വെച്ചു, മത്തങ്ങ നന്നാക്കി. ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കഴുകിയെടുക്കാട്ടോ. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അതെനിക്ക് നമുക്കിനി ഒരു ഉരുളിയിലേക്ക് പകർത്തി കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 5-6 ചുവന്നുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഉള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു മണാണ് അവിയലിന്. 10 പച്ചമുളക് നാട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുളകും കൂടി ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളകിന്റെ എരിവിലാണ് ഈ കൂട്ടാൻ നിൽക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 വേപ്പിന്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് എടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈ കൊണ്ട് നന്നായി കൂട്ടി തിരുമ്പാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതേപോലെ തന്നെ വീണ്ടും കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായി നമുക്ക് അപ്പം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്കൊരു അര ഗ്ലാസിന്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ്സാണ് വെള്ളം ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ കത്തിച്ച് കൊടുത്ത് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇതിൻ്റെ കഷ്ണമൊക്കെ വേവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരപ്പ് ചേർക്കണം. അതിനായിട്ട് 1/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തൈരിന് പുളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം മാങ്ങ ചേർക്കാം കേട്ടോ. നാളികേരമൊക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് വെള്ളം ഒഴിക്കുന്നതിന് പകരമാണ് ഞാൻ തൈര് കൂട്ടിയിട്ടാണ് അടിക്കുന്നത് കേട്ടോ. തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായി ഒന്ന് അറിയണ്ട, ഒന്ന് വെറുതെ ഒന്ന് ചതഞ്ഞാൽ മതി. അപ്പൊ നമുക്കൊരു അടി അടിച്ചിട്ട് പിന്നെ ഓഫാക്കാം. നമ്മളങ്ങനെ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം അല്ലെങ്കിൽ കുറച്ചു നേരം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേരം നന്നായി അറിഞ്ഞു പോകും. അപ്പൊ അരപ്പൊക്കെ നമുക്ക് വീണ്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ കണ്ട നാളികേരം നോക്കുമ്പോൾ അറിഞ്ഞിട്ടില്ല. ഇത് തൈരിന്റെ ആണ് വെള്ള നിറം കാണുന്നത്. നന്നായി മൂണ്ടിയൊക്കെ ഒന്ന് തുറന്നു നോക്കാട്ടോ. നമുക്ക് എന്നിട്ട് ഇതിലിപ്പോഴും കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞതാ. നമ്മുടെ കഷ്ണത്തിൽ തന്നെ വെള്ളം കുറച്ചിറങ്ങും. അപ്പൊ നമുക്ക് ഇതില് കഷ്ണങ്ങളൊക്കെ വെന്തുണ്ടോന്ന് നോക്കണം, അതുപോലെ ഉപ്പുണ്ടോന്ന് നോക്കാട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്തുണ്ട്, പക്ഷെ കുറച്ച് ഉപ്പിൻ്റെ കൂടി കുറവുണ്ട്. അപ്പൊ ഞാനിത്
കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റും കൂടിയും മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേ മൂടി തുറന്നു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതില് വെള്ളമൊക്കെ ഇതേ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പല്ലാതെ നമുക്ക് കഷ്ണത്തിലൊക്കെ ആക്കി മിക്സ് ചെയ്യാം. അപ്പൊ അവിയൽ കൂട്ടാനില് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ തന്നെയല്ല, ഈ നാളികേരം അരച്ച് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോര് കൂടിയിട്ടാണ് നമ്മൾ അരച്ചേക്കുന്നത്. അപ്പൊ അധികം നമ്മൾ തിളപ്പിച്ച് വല്ലാണ്ട് തിളച്ച് വരരുത്. ഇതേപോലെ തന്നെ പത വരുമ്പോൾ വേണം നമ്മൾ നിർത്തണം. സ്റ്റവ് ഒക്കെ ഓഫ് ആക്കി കൊടുക്കണം. അപ്പൊ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. ഒരിക്കലും നമ്മൾ ബാക്കി വന്ന വെളിച്ചെണ്ണ, ചിലൊരു പപ്പടം കാച്ചി വെളിച്ചെണ്ണയ്ക്കും ബാക്കി വരുമല്ലോ, അതൊന്നും ഒഴിക്കരുത്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ വേണം അവിയൽ കൂട്ടാനിൽ ചേർത്ത് കൊടുക്കാൻ. ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ 2 മിനിറ്റോളം മൂടി വയ്ക്കാം. 2 മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് മൂടിയൊക്കെ തുറക്കാം. അപ്പൊ എൻ്റെ അവിടെ അവിയൽ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പൊ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കാൻ മറക്കരുത്. സ്റ്റവ് ഓഫ് ആക്കണം.